السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحابه أجمعين ما بعد. തിരുസത്തോ മുഅ്മിനീങ്ങളെ സഹോദര സഹോദരിമാർ, റമദാൻ മാസത്തോ നല്ല അമൂല്യമായ നാളിലേക്ക് കഴിഞ്ഞു പോയിട്ടുള്ളത്. റമദാന്റെ രണ്ടാമത്തെ 10 അതില് റമദാൻ പോനേൽ 2 ആയിത്തിക്ക് ബദ്ർ യുദ്ധം നടന്നത്. ഹിജ്റ 2 ബദ്ർ യുദ്ധം ചൊല്ലുമ്പോ ലോകപ്രസിദ്ധമായ ഒരു യുദ്ധം, തൗഹീദിന്റെ സംരക്ഷണത്തിന് വേണ്ടി നടന്ന യുദ്ധം. ആ യുദ്ധത്തിൽ ഞങ്ങൾക്ക് ഒരു ചുമ്മ പാഠ പഠിക്കുന്നുണ്ട്, ലെസൺ ഉണ്ട്. എന്ത് യുദ്ധം ഉണ്ടായിട്ട് അബു സുഫിയാന്റെ വ്യാപാരത്തണ്ട ഷാമുക്ക് പോയിട്ട് റിട്ടേൺ വന്നുകൊണ്ടുണ്ടു ചെന്ന് നബിക്ക് ശുദ്ധി കിട്ടിയത്. ഫസ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കന്മാർ മക്കത്തിൽ നിന്ന് ഹിജ്റ പോയില്ല മദീനത്ത്. ആ മക്കത്തിൽ നിന്ന് മദീനത്ത് ഹിജ്റ പോകുമ്പോ എന്തൊരു സ്വത്ത് സമ്പത്ത് കൊമ്പോകു ബുട്ടുത്തില്ല മുശ്രിക്കുകൾ എല്ലാത്തിനും ബുട്ടത്ത് കാലി കയ്യിൽ പോയി മദീനത്ത്. അപ്പൊ ആ മുസ്ലിമീങ്ങളെ മോമിനീങ്ങളെ സമ്പത്തെല്ലാം അവിടെ അങ്ങ് കബൽച്ചിട്ട് എടുത്തിട്ട് വശീകരിച്ചിട്ട് വെച്ചിടാറ്. അങ്ങ് ഷാമുക്കും യമനുക്കും കച്ചവടത്ത് പോയിരുന്ന ഖുറൈശികൾ. അപ്പൊ ആ കച്ചവടത്തെ ഭാഗത്ത് അബു സുഫിയാന്റെ നേതൃത്വത്തില് 40 ആളന്മാർ ഷാമുക്ക് കച്ചവടത്ത് പോയിട്ട് ബണ്ടോ ഒരു സിറ്റുവേഷൻ. ആ സന്ദർഭത്തില് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിസ കിട്ടി. ഇങ്ങനെ വന്നോട്ടുണ്ടു. അങ്ങോട്ട് ചുമ്മ കുതിരയും 1000 കുതിരയും 50,000 ബംഗാര നാണ്യമുണ്ട്. നല്ല ലാഭം എടുത്തുകൊണ്ട് വന്നോണ്ടുള്ള ഈ സംഘ ഇങ്ങനെ മക്കത്ത് പോയിട്ട് മക്കത്ത് എത്തിയെങ്കിൽ ആ പൈസ കൊണ്ടെത്തു മുസ്ലിമീങ്ങളെ കബൽച്ച് വെച്ച പൈസ അവിടെ ഉണ്ട്. അതിലെയും ഈ കച്ചവടത്തിൽ കിട്ടിയ ലാഭത്തെ പൈസയും എടുത്തോട്ടു മുസ്ലിമീങ്ങൾക്ക് ഭയങ്കര ദ്രോഹവും ഹിംസയും ഉപദ്രവമാகவும் അങ്ങ് യാറെ തയ്യാറാവാർ. ഈ സംഘത്തോ എങ്ങനായെങ്കിലും തടഞ്ഞു പോയിക്കൊണ്ട് ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 313 അല്ല 317 അല്ല 310 പോണ്ട് വേറെ വേറെ അഭിപ്രായം അങ്ങ് മദീനത്തിൽ നിന്ന് പുറത്തായ. ഈ പുറത്തായിട്ട് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൊട്ട് ഇന്നോ കൊരിയ വണ്ടയും കൊരിയ കുതിരയേറ്റി അങ്ങ് 300 ചിലർ ആളുണ്ടായിരുന്നു. ഈ 300 ചിലർ ആള് വരുമ്പത്തേക്ക് അങ്ങോട്ട് ഇന്നത് എണ്ണപ്പെട്ടതായ വണ്ടയും എണ്ണപ്പെട്ടതായ കൊരിയ കുതിര. ഈ 300 ആളന്മാർ നടന്നിട്ടേ പോണോ. അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയാക്കി കൊടുത്തു. ഓരോ വണ്ടിലും 3 ആളെ പോലെ കൊറേ നേരം ഒരാൾ ദയിക്കണു, പിന്നെ കൊറേ നേരം കൊറേ ആൾ നടക്കും. അങ്ങനെ നടന്നിട്ട് പോയിട്ട് എത്തും. കൊറേ ആൾ തെച്ചിട്ട് വണ്ടര മേൽ തെച്ചിട്ടു കീഴ് നടന്നുകൊണ്ട് ഇങ്ങനെ ദയിക്കും പോകും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അലി റളിയല്ലാഹു അൻഹു അബൂ ലുബാബ ഇങ്ങ 3 ആളായിട്ട് ഈ ഓതിയിൽ എനിക്ക് 3 ആൾക്ക് ഒരു വണ്ട കിട്ടി. ആ സന്ദർഭത്തില് ഇങ്ങ ചെണ്ടാല് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അബൂ ലുബാബ ചെന്നാല് നീങ്ങ ദൈക്കർ നബിയെ നഹ്നു നംശി ഞങ്ങൾ നടക്കുന്ന നബിയെ നീങ്ങ വണ്ടര മേൽ പത്തു. അതിന് ലോകത്തെ നായകനായിട്ടുള്ള റഹ്മത്തുൽ ലിൽ ആലമീനായ മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് അങ്ങനെ വേണ്ട. ഒരു ലീഡർ മേലും ലീഡറിൽ അണ്ടറിലുള്ള ആൾ കീഴും ചെല്ലതായ ആ മനോഭാവ നബി എടുത്തു കളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് മാ അൻതുമാ ബി അഖ്വാ മിന്നി വമാ അന ബി അഗ്നാ അനിൽ അനഹദി മിൻകുമാ. അതായത് മാ അൻതുമാ ബി അഖ്വാ മിന്നി, നാനുണ്ടല്ലേ നിങ്ങ രണ്ടേക്കാളും വലിയ ശക്തമായ ആളന്മാരെന്തോ അല്ലേ. രണ്ടേക്കാളും യാറെ ശക്തമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് പോവാം, കഷ്ടാവില്ല ചിന്ത. നീ എന്താ അങ്ങനത്തെ ആളന്മാരല്ലേ.
രണ്ടു പോലത്തെ ആളെ മാറ്റി നിങ്ങൾ നടന്നോണ്ട് പോകുമ്പോ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടില്ല. ആ പ്രതിഫലം നക്കും വേണം ചെന്ത ആഗ്രഹം. അങ്ങനെ ഓതിയാക്കിട്ട് കുറേ നാള് വണ്ടൽ തെച്ചിട്ട് കുറേ നാള് നടന്നിട്ട് ഇങ്ങനെ പോയി ഞാൻ കാണും. ആ സമാനത്തെ അദ്ദേഹത്തിന് വിശ്വാസം ഇഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിന് ഒരു നായക ഉണ്ടാവേണ്ട ലക്ഷണം. ആ പാട്ട് ഈ ബദ്രിലെ സന്ദേശത്തിൽ നിന്ന് നമുക്ക് കൊണ്ടാവും. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തിൽ നിന്ന് ഭർത്തായി പറയുമ്പോ റായത്തോ, അതായത് പള്ളിയില്, മദീനത്തെ പള്ളിയില് ഇമാമായിട്ട് നിർവഹിക്കുകയായിട്ട് ഇമാമായിട്ട് നിൽക്കുന്ന ഇപ്പാടി നിയമക്കാക്കി ആരവത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഒരു സ്വഹാബിനെ കാരണം കൊണ്ട് അല്ലാഹു ആക്ഷേപിച്ചതായ ആ സ്വഹാബി അബസ വതവല്ല അൻജാഉൽ അമാൻ സുതബസലില്ലേ. എന്തൊരു വിഷയ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു വന്ന് കണ്ണു കാണില്ല, കണ്ണു കാണാത്ത ആളേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകൾ ലീഡർമാർക്ക് അഡ്വൈസ് ഉപദേശാക്കിയോടെ ദാവാക്കിയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം ദാവ, അതായത് ഉപദേശം കേൾക്കു വന്നു. ആ ടൈമിൽ നബിക്ക് ഇഷ്ടമില്ല, നബി മുഖ തിരിച്ചിട്ട് അത് അല്ലാഹു നബിയോ ആ വിഷയത്തിൽ ആക്ഷേപിക്കണം. നിങ്ങൾക്ക് ശരിയല്ല, തിദ്ദുപടിയേക്കണം, നബി തിദ്ദിറ. ആ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ ഇമാമായിട്ട് ഫിക്സ് ആക്കിയിട്ട് പോയത്. നോക്കൂ, കണ്ണ് കാണാത്ത ആളായെങ്കിലും അയാൾക്കും അല്ലാഹു നബി വില കൊടുത്തു. ഒരു പള്ളിയിലെ ഇമാമായിട്ട് ഫിക്സ് ആക്കിയിട്ട് പോയിട്ട് യാത്ര പോകുമ്പോ അതേ പിന്നെ അതിലൊട്ട് ഒരു ഗവർണറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് ഫിക്സ് ആക്കിയത്. ഒട്ടുക്ക് പോയോണ്ടിരിക്കുമ്പോ അബൂലുബാബയും അലി റളിയല്ലാഹു അൻഹു അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയുള്ള നബിയുടെ സ്വഹാബാക്കന്മാർ മധ്യത്തിലൊരു തീരുമാനത്തിൽ വെച്ചു. അബൂലുബാബരെ പേരോ കടിച്ചിട്ട് നീങ്ങ ഗവർണറായി നിക്കോറോടുത്തു, ഞങ്ങൾ പണ്ടോർത്തു. ഇതായിട്ട് പോകുമ്പത്തേക്ക് നടത്തിയ സിദ്ധത്തി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കന്മാരും പോയാൽ പോകേണ്ട ഇടയിലെ അബൂ സുഫിയാൻ വിസ കിട്ടിച്ച് മുഹമ്മദും സൈന്യവും ആളന്മാരും വന്നോണ്ടുള്ളാറ് ഞങ്ങൾ തടയോഗു ചെന്നിട്ട് ആ സമയത്തില് അബൂ സുഫിയാൻ വേറൊരു തീർന്നു ബച്ചവായിട്ട് പോയിട്ട് അതിനിടയ്ക്ക് ദംദം ഇബ്ൻ അംറുൽ ഗഫാരി എന്ന മനുഷ്യരെ അബൂ സുഫിയാൻ മക്കത്ത് കടത്തിച്ചു. ഇങ്ങനെ മുഹമ്മദും സംഘവും ഞങ്ങളെ കച്ചവട സംഘത്തെ തടയോഗു വന്നോണ്ടുള്ളാറ്. അങ്ങനെ തടഞ്ഞെങ്കിൽ ഞങ്ങൾക്കുണ്ടാവും ഒരു വലിയ ലോസ്. അപ്പൊ അബൂജഹൽ എന്താക്കി അവിടെ വലിയ സൈന്യത്തെ റെഡിയാക്കിയ. ആ സൈന്യത്തിന് ചുമ ആളന്മാരുന്ന 1000 ആളന്മാരും 600 വണ്ടയും 100 കുതിരയും ഉള്ള ബൃഹത്തായ ഒരു സൈന്യം. ഈ സൈന്യത്തിക്ക് മദീനത്ത്, അതായത് ബദർക്ക് മക്കത്തിൽ നിന്ന് ഭർത്തായി വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരട്ടും സ്വഹാബാക്കന്മാരട്ടും യുദ്ധാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെങ്കില തുച്ഛമായ ആളന്മാർ, കോടി ആളന്മാർ. അല്ലാഹു ചെന്ന ഇത് യഇദുകുമുല്ലാഹു ഇഹദ അന്നഹാ ലകും. ആ രണ്ട് തണ്ടത്തെ പൈക്കി ഒന്നിനെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തണ്ടാച്ചെന്ന് അള്ളാഹു നിങ്ങളൊട്ട് വാഗ്ദാനാക്കിയ സന്ദർഭത്തെ ನೆನಪಾಕೊಂಡು ആ മുശ്രിക്കീങ്ങളെ സംഘത്തെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തണ്ടാട്ട് അള്ളാഹു വാഗ്ദാനാക്കിയ. അതായത് അള്ളാഹു സൂറത്തുൽ അൻഫാലിൽ ഞങ്ങൾക്ക് പഠിപ്പാട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുഹാജിരിങ്ങളൊട്ടുകു അഭിപ്രായം കേട്ടിട്ട് അൻസാരികളുടെ അഭിപ്രായം കേട്ടിട്ട് അപ്പൊ മിഖ്താദ് ഇബ്നു അസ്വദ് റളിയല്ലാഹു അൻഹു ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായം കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തിൽ നിന്ന് കൊന്തയിത്ത് ഞങ്ങൾ അഭിപ്രായം കേട്ടോണ്ടുണ്ടോ, നിങ്ങളെ അഭിപ്രായം എന്തോ ഈ ബദ്ർ യുദ്ധത്തിൽ വലിയ സംഘത്തെ എതിരിടുവാനായിട്ട് പോകുമ്പത്തേക്ക് ആ ശൂറ നടത്തിയിട്ട് പരസ്പര സമാലോചന ആക്കിയിട്ട് പോകുമ്പോ അങ്ങ് സ്വഹാബാക്കന്മാർ മുഹാജിരിങ്ങയും അൻസാരിങ്ങയും അങ്ങനെ അഭിപ്രായം ചെന്നാൽ മിഖ്താദ് ഇബ്നു അസ്വദ് റളിയല്ലാഹു അൻഹു ചെന്ന് വല്ലാഹി, അതായത് യാ റസൂലല്ലാഹ് ഇംനി ലിമാ അറാഖല്ലാഹു ഫനഹ്നു മഅക, യാ റസൂലേ നിങ്ങൾ പോർ എതിർ പോർ, നിങ്ങൾ പേരോ ഞങ്ങള
ഞങ്ങൾ ഒരിക്കലും മൂസാ നബി ഒട്ടുക്കും ബനി ഇസ്രായേൽ ചെന്ന പോലെ ചെല്ലല. എന്താ ചെന്നോ? ബനി ഇസ്രായേൽ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ വലാകിൻ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ മഅകുമാ മുഖാതിലൂൻ. ബനി ഇസ്രായേൽ ചെന്നാല് മൂസാ നബിരൊട്ടു ഏ മൂസ നീനും നിന്റെ റബ്ബ് പോയിട്ട് യുദ്ധാക്ക് ഞങ്ങളുടെ ദയിക്കറാണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരിക്കലും നബി നിങ്ങളോട്ട് ചെല്ല. നബി അനുസരണമുള്ളേ നബിയുടെ സ്വഹാബാക്കന്മാർ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ചെന്നോ ആയെങ്കിലെ നബിയെ ഇദ്ഹബ് അൻത വറബ്ബുക നിങ്ങയും പോ നിങ്ങൾ റബ്ബും പോറു ഫഖാതിൽ യുദ്ധാക്കു ഇന്നാ മഅകുമാ മുഖാതിലൂൻ ഞങ്ങയും നിങ്ങളൊട്ട് യുദ്ധാക്കു വേണ്ട. ചെന്നിട്ട് മിഖ്ദാദ് ഇബ്നു അസ്വദ് റളിയല്ലാഹു അൻഹു അവിടെ അഭിപ്രായം ചെന്നത് മുഹാജിരികളെ കടലിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു നെക്സ്റ്റ് എന്താ അഭിപ്രായം നബിക്ക് പറഞ്ഞത്? അൻസാരികളെ അഭിപ്രായം. അപ്പൊ അവിടെ അൻസാരികളെ കടലിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അഭിപ്രായം ചെന്നത് நீங்க ஒரு கடலுக்கு துள்ளணும் சென்னங்க நீங்கள பேரும் நாங்க வருவோம் நபியே நீங்க எதற்கு போற நபியே ചെന്ന് നബിക്ക് അങ്ങനെ രണ്ട് വിഭാഗത്തിൽ നിന്നും അഭിപ്രായം കിട്ടിയിട്ട് സന്തോഷമായിട്ട് കൊസിയിട്ട് അങ്ങനെ എതിർ കാല് വെച്ചിട്ട് നബിനൊട്ടുന്ന ആള് ആരല്ല 170 ഹസ്രജിലനെയും 61 ഔസരങ്ങയും 86 മുഹാജിരികൾ ഒട്ട് 317 ആളമ്മ 60 ഒണ്ടെ പിന്നെ 3 കുതിര ചെറിയ കൊച്ചു സംഘം മുശ്രിക്കീങ്ങളൊട്ട് ആയിരക്കണക്കിന് ആളമ്മ അതേപോലെ ചൊമ്മ ഒണ്ടെ 600 ഒണ്ടെ 100 കുതിരയും വലിയൊരു സൈന്യത്തെ എതിരിടകൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരും ഇൽഞ്ഞാർ പറത്തിഞ്ഞാർ റെഡി അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കി. ബദർ ആത്മേന്ദ്രം ബദർ ആത്മ ചെന്നെങ്കിൽ ബദർ അല്ലാഹു മാത്രം ആരാധന അർപ്പിക്കണം ചെണ്ട വിഷയത്തില് ആ വിഷയത്തില് സത്യവിശ്വാസി പഠിപ്പാട്ടത് അല്ലാഹുവിട്ട് മാത്രം ഇബാദത്ത് എടുക്കുക വേണേത്തി അല്ലാഹു മാത്രം ഇബാദത്ത് അർഹനായിരുന്നു. അല്ലാഹുവല്ലാത്ത ലാത്ത ഉസ്സ മനാത്ത ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അല്ലെങ്കിൽ ഇന്നിത്ര വിഗ്രഹം ഏത് നിങ്ങൾ ഇബാദത്ത് എടുക്കത്തി അല്ലാഹു മാത്രം ഇബാദത്ത് എടുക്കണോ ചെല്ലുടെ ഒരു വിഭാഗം മുശ്രിക്കീങ്ങ ലാത്തിരൊട്ടും കേൾക്ക മനാത്തിരൊട്ടും കേൾക്ക ഇബ്രാഹിം നബിനൊട്ടും കേൾക്ക ഇസ്മായിൽ നബിനൊട്ടും കേൾക്ക വിഗ്രഹത്തൊട്ടും കേൾക്ക അല്ലാഹുവൊട്ടും കേൾക്ക ചെന്ത് ജണ്ട് ഇങ്ങനത്തെ ഈ സ്വഭാവത്തെ ഈ വിശ്വാസത്തെ ജണ്ട് വിഭാഗത്തെ നടുവില് യുദ്ധം അല്ലാഹുവൊട്ട് മാത്രം അല്ലാഹുവൊട്ട് കേൾക്കാൻ ചെല്ലുന്ന അഭിപ്രായം ഇല്ല. അല്ലാഹുവൊട്ട് കേൾക്കാൻ ചെല്ലുന്ന വിഷയത്തില് മുസ്ലിക്കിന് ഭിന്ന അഭിപ്രായം ഇല്ല. അല്ലാഹുവൊട്ട് കേൾക്കാണ്ട് മാത്രം കേൾക്കാൻ ചെല്ലുന്നതിൽ ഭിന്ന അഭിപ്രായം. അല്ലാഹുവൊട്ട് മാത്രം കേൾക്കണമുണ്ട്. നബിയും സ്വഹാബാക്കന്മാർ അല്ലാഹുവൊട്ട് മാത്രം കേൾക്കണമുണ്ട് ചെന്നു ആ മാത്രത്തിന് വേണ്ടി യുദ്ധം നടന്നത്. ഞങ്ങളുടെ പ്രായത്തിൽ എന്തായിട്ടുണ്ട് മക്കത്തെ മുസ്ലിക്കിങ്ങളോട്ട് കേട്ടെങ്കിൽ நீங்க எந்த அல்லாஹ் இல்லாத இபாதத் எடுக்கிறாரு சஹாயிக்கிறாரு துஆரக்கிறாரு சொல்லுங்க கேட்டங்க அங்க சொல்றோம் ஹாவுலாய் ஷுஃபாவுனா இந்தல்லாஹ் அல்லாஹ்விட்டு നിങ്ങൾക്ക് அங்க சிஃபாரஸ் ஆகி தந்தாரு ரெக்கமெண்ட் ஆக்குறாரு ഞങ്ങളെ ബച്ചവാக்குறாரு അല്ലാഹ്വിട്ട് ചെന്നിട്ട് അല്ലെങ്കിൽ അല്ലാഹ് മുട്ടാക്കുறாரு ഈ ജണ്ട അഭിപ്രായം ഞങ്ങൾ രായത്തെ ആളമാരെ അഭിപ്രായം എന്തിനും എവിടത്തോളെത്തി ഞങ്ങൾ രായത്തെ ആളമാരെ സമസ്ത തങ്ങളുടെ വിശ്വാസം ഈ ദുനിയാവിനെ കൺട്രോൾ ആക്കുന്നത് അല്ലാഹു അല്ല. സിയം അടവുണ്ടാക്കി അങ്ങനൊട്ട് മക്കത്ത് മുശ്രിക്കീങ്ങളൊട്ട് കേട്ടെങ്കിൽ മുദബ്ബിറുൽ ആലമാർ അല്ലാഹുവിട്ട് ചെന്നുകൊണ്ടിരുന്നാർ ആകാശ മലവർപ്പാട്ടുണ്ട് ആരോ കേട്ടത് അല്ലാഹു നിർജീവത്തെ ജീവത്തെ നിർജീവത്തെ പുറത്തുകൊണ്ടവൻ ആരടിക്കണം അല്ലാഹു കടലിലെ കപ്പലെ കൺട്രോൾ വയ്ക്കണം ആരോ അല്ലാഹു ചെന്നിട്ട് മക്കത്ത് മുസ്ലിം കേട്ടോ എന്തെങ്കിലും അങ്ങനെ അല്ലാഹു മുസ്ലിം കാഫിന് ചന്ദ്ര അങ്ങ് മുസ്ലിമിന് വേഗം വെച്ചിട്ടില്ല. അതേ വിശ്വാസത്തെക്കാളും മീറി പോയതായ വിശ്വാസങ്ങളുടെ സമുദായത്തിൽ എവിടത്തോളം ചെന്ന് മരിച്ചു പോകേണ്ടതായ സന്ദർഭത്തിനും കൂടെ നിങ്ങൾ ഇങ്ങനത്തെ ഔലിയാരെ പേര് നിരപ്പാക്കി മരിക്കണോ സിഎം വിളിച്ച് മരിക്കണോ അങ്ങനത്തെ അധപതനത്തിലുള്ള സമുദായം ഇങ്ങ എത്ര ദാവത്താക്കുന്നത്. അപ്പൊ ബദ്രിലെ സന്ദേശം തൗഹീദിന്റെ സന്ദേശം അല്ലാഹു മാത്രം ഇബാദത്ത് എടുക്കണോ ചെന്നിട്ട് നോക്കൂ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബ്ലയെ ഫേസ് ആക്കിയിട്ട്
اللهم أنجز لي ما وعدتني اللهم آت ما وعدتني اللهم إن تهلك هذه العصابة من أهل الإسلام لا تعبد في الأرض അല്ലാഹുവേ നീനെ ഞങ്ങൾക്ക് വാഗ്ദാനാക്കിയ സഹായത്താ റബ്ബേ. കിബില മുന്നിട്ടിട്ട് കരഞ്ഞു ദുആ നിക്ക് നിന്റെ സഹായത്താ റബ്ബേ. ഈ കൊച്ചു സംഘ ഈ ബദറിൽ മരണപ്പെട്ടു പോയെങ്കിൽ നിന്റെ മാത്രം ഇബാദത്ത് എടുക്കുന്ന ആറ് ബാക്കിക്കര നബിയെ ഈ ഭൂമിയിൽ. അള്ളാഹുവിന്റെ നബിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായം കൊടുത്താണ്. അബൂജഹലും മക്കത്തിൽ നിന്ന് പുറത്തായി വരുമ്പോ കഅബ കില്ല വിളിച്ചു ദുആർന്ന അല്ലാഹുമ്മ അൻസുർ അലൽ ജുന്ദൈൻ വഅക്രമൽ ഫിഅതൈൻ വഖൈറൽ കബീലതൈൻ. അല്ലാഹു ഈ രണ്ട് സൈന്യത്തിലെ ഉന്നതമായ സൈന്യത്തിന് നീ സഹായിക്ക റബ്ബേ. ഈ രണ്ട് വിഭാഗത്തില് ഉന്നതമായ വിഭാഗത്തെ നീ മാന്യമാക്ക റബ്ബേ. ഈ രണ്ട് കിബില ഈ രണ്ട് ഗോത്രത്തില് മാന്യമായ ഗോത്രത്തിന് നീ ഖൈറായ ഗോത്രത്തിന് നീ സഹായിക്ക വിജയം കൊടു റബ്ബേ. ചെന്ന് അള്ളാഹുവിട്ട് ദ്വാരം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസം ദുആക്ക് ഉത്തരം കൊടുത്ത ആ ബദർ യുദ്ധത്തില് മഹാനായ നബിക്കും സ്വഹാബാക്കന്മാർക്കും വിജയം കിട്ടി. തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ തൗഹീദിൽ അടിവരച്ചത് കൊണ്ടിട്ട് റബ്ബിനെ വിട്ടിട്ട് ഒരാളിട്ട് ദ്വാരക്കൊന്നും പോയിട്ടില്ല. മുശ്രിക്കീങ്ങൾ എത്ര വലിയ ആയിരക്കണക്കിന് ആലന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നബിയെയും സ്വഹാബാക്കന്മാരെ ചെറിയ സംഘം മുഖാന്തര ഹലാക്കാക്കി മരണപ്പെട്ടു പോയവരാണ്. അബൂജഹലും വലിയ വലിയ മുശ്രിക്കീങ്ങളുടെ ലീഡറല്ല ഖലാസായി പോയ മൂത്തായി പോയ കൊല്ലപ്പെട്ട. അള്ളാഹുവിട്ട് തവക്കുലാക്കിയെങ്കില് അള്ളാഹുവിട്ട് ദുആർന്നെങ്കില് അള്ളാഹുവിന്റെ തൗഹീദിൽ അടിവരച്ചെങ്കില് പടച്ചോന്റെ മേലെ ഭരവസ വെച്ചെങ്കിൽ അള്ളാഹുവിന്റെ സഹായം ബന്ധിച്ചേണ്ടത് ബദർ യുദ്ധം സാക്ഷിയാക്കി. ഞങ്ങളുടെ രാജ്യത്തിൽ അതേ ബദരീങ്ങളിട്ട് ദ്വാരക്കോ ഔത്തുലെ ബായിൽ എന്തിനു വിളിക്കുന്ന പേര് കൊണ്ടുണ്ട 313 ആളെ പേര് ബദരീങ്ങളാണ്. പിന്നെ വിളിക്കുന്നോ ബദരീങ്ങളാൽ തുണയാ റബ്ബനാ. ബദരീങ്ങൾ തുണ സഹായം ഞങ്ങൾക്ക് താ റബ്ബേ. റബ്ബിനോട്ട് കേൾക്കണം, റബ്ബിനോട്ട് കേൾക്കേണ്ട സഹായം കേൾക്കേണ്ട ഒരു അവകാശം ഒരു സൗഭാഗ്യക്കില്ല. ബദരീങ്ങളെ സഹായം ബദരീങ്ങ ചെന്നെങ്കിൽ തൗഹീദിന് പോരാട്ടം നടത്തി അള്ളാഹു മാത്രം ദ്വാരക്കൊണ്ട് ചെന്ന് പണിപ്പാടി പോയെങ്ക അങ്ങോട്ടും ഈ ദ്വാരക്കതായി ഒരു ചിന്താജനകമായ അവസ്ഥയെത്തിക്കണം കൂടെ കാണുവാൻ സാധ്യതയുണ്ട്. അള്ളാഹു വാഗ്ദാനാക്കില്ലേ, ഇത് തസ്തഗീഥൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. നിങ്ങ അള്ളാഹുവിട്ട് സഹായിക്കേണ്ട സന്ദർഭം. അപ്പൊ 1000 മലായികത്തുമാർ എലിപ്പാട്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹന്തമായിട്ട് പണ്ട് 1000 മലക്കരെ ഇലിപ്പാടിത്ത് അള്ളാഹു ബദർ യുദ്ധത്തിൽ നബിക്ക് സ്വഹാബാക്ക് സഹായം കൊടുത്ത അവിടുത്തെ മുശ്രിക്കീങ്ങ ഓടിപ്പോയാറ്. കൊറേയാൾ ബന്ധനസ്ഥാക്കപ്പെട്ടാറ്, കൊറേയാള് കൊല്ലപ്പെട്ടാറ്. അങ്ങനെ ബദർ യുദ്ധത്തില് നബിക്കും സ്വഹാബാക്കും വിജയം കിട്ടിയത്. ഇതേക്കും ബദർ യുദ്ധത്തിൽ ചെല്ലത ഒരു ചെറിയ സന്ദേശം, ദീർഘമായി ചെല്ലേണ്ട ഒരു സന്ദേശം ഇത്ര ഷോർട്ടായിട്ട് ഇങ്ങനെ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെല്ലണ്ട വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. അള്ളാഹു നിങ്ങൾക്ക് ബദറിൽ സഹായിക്കണം. നിങ്ങൾ ജില്ലത്തായിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു നിങ്ങൾക്ക് സഹായിക്കണം. അള്ളാഹു സഹായിക്കുന്ന ബദറിൽ അള്ളാഹുരെ നബിയുടെ സ്വഹാബാക്കന്മാർക്ക് നബിക്ക് വന്നത് ആ സഹായ അടിവറച്ച മൂമിനായെങ്കിൽ വേണ്ട. അങ്ങനെ അടിവറച്ച മൂമിനായിട്ട് ജീവിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാ ശിർക്കിനെ വിട്ടിട്ടും എല്ലാ ബിദഅത്തിനെ വിട്ടിട്ടും ജീവിക്കും അള്ളാഹു ഞങ്ങൾക്ക് ആവതാക്കട്ടെ. ബദരീങ്ങളെ ആണ്ട് ചേർത്ത് നിങ്ങളെ നടത്തുന്നത് അത് ബിദഅത്തായിത്തിക്കറ്. നബിയാക്കിത്തില്ല, സ്വഹാബാക്കന്മാരാക്കിത്തില്ല, താബീങ്ങ തബാതാബീങ്ങ ആക്കിത്തില്ല, നബിയെ സ്വഹാബാക്കന്മാർ താബീന തബാതാബീനങ്ങളെ പിന്നെ വന്ന ഇമാമിയാക്കിത്തില്ല. ഒരു മോഡലും അതില്ല. അത് ബിദഅത്തായ മൻ അമില അമൽ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു അമല് ഈ ദീനിലില്ലാത്ത പുതിയത് ഉണ്ടാക്കിയെങ്കിൽ അത് തിരസ്കരിക്കൊണ്ട് റിജക്ട് ആക്കും. നിസ്സാസം പടിപ്പാട്ടിയത് ബിദഅത്തിനെ വിട്ടിട്ടോ സുന്നത്തിൽ ജീവിക്കും, ശിർക്കിനെ വിട്ടിട്ടോ തൗഹീദിൽ ജീവിക്കും. അല്ലാഹു ഞങ്ങൾക്ക് ആവതാക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.